നമ്മളുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് അസിൻ ഖാൻ നമ്മുടെ ദുബായിലെ ഫ്ലോറ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ചെയർമാനാണ്. അദ്ദേഹം നമ്മളോട് 2 വാക്ക് സംസാരിക്കും. സ്പെഷ്യലി സ്കിൽഡ് കുട്ടികളെ അവിടെ മാതാപിതാക്കളെ സ്നേഹവും സൗഹാർദ്ദവും ഇവിടെ അനുഭവിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദ്യമായി എന്നെ ഗ്രഹിച്ച ആദ്യമായിട്ട് ഈ സ്ഥാപനത്തിനെ കുറിച്ച് എന്നോട് പറയുന്നത് നമ്മുടെ ഫൈസലും നിഷാദുമാണ്. അവർ വഴി അക്ബറെ നിരന്തരമായി വിളിച്ചു പറയും പറയുന്നത് സത്യത്തില് ഇത് ഈ നിമിഷം എന്നെ കുറിച്ച് ഞാൻ തന്നെ അറിയിക്കുന്ന ഒരു സമയമാണ്. ഓരോരുത്തരും ഇത്തരം മറ്റു മനുഷ്യർക്ക് സഹായം ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മളെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ ദൈവം എല്ലാ സൗകര്യവും ഐശ്വര്യവും തന്നിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് സഹായം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് മഹാത്മാഗാന്ധി പറയുന്നത്. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ള ലോകത്തിലെ എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുകയാണ്. അതേസമയത്ത് നമുക്കറിയാം ഈ കുട്ടികളെ എങ്ങനെ കാണുന്നത്, നമ്മൾ എങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു കുട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം അവർ ഏത് രൂപത്തിലാണ് അവിടെ വരുന്നത്, അതേ രൂപത്തിൽ നമ്മളത് സ്വീകരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മളത് ഐഡന്റിഫൈ ചെയ്യാം. അത് സ്പെഷ്യൽ സ്കില്ലിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അതുകൂടാതെ നമ്മളെ എംപവർമെന്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് അതാണ് വൊക്കേഷണൽ റിഹാബിലിറ്റേഷൻ ട്രെയിനിങ്ങിലൂടെ അവരെ ഓട്ടോമസായിട്ട് പ്രാപ്തിയിലൂടെ സ്വയം പ്രൊജക്ടുകളാണ്. യഥാർത്ഥത്തിൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ സാധ്യതകളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണോ എന്ന് നമ്മളോട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർക്ക് മാത്രമല്ല അവിടെ ഉദാഹരണത്തിൽ അവർക്ക് ഐ കോണ്ടാക്ട്, വെർബൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ ഇതൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഈ കുട്ടികൾക്ക് ഇത്ര കുറവാണോ ഉള്ളത് എന്ന് സത്യത്തിൽ ഒന്നുകൂടി ആലോചിച്ചു കഴിഞ്ഞാൽ, അടിത്തട്ടിൽ ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബത്തെ കുറിച്ചും ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്ക് മാത്രമല്ല ഇവിടെ കുടുംബത്തിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ കുറവാണ്. കുട്ടികൾക്ക് മാത്രമല്ല ഇവർക്കും അതുപോലെ തന്നെ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല എന്നതുപോലെ അവർക്ക് തനിച്ച് മറ്റുള്ള സാധാരണക്കാരിൽ പോകുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ, സോഷ്യൽ ആക്ടിവിറ്റീസും അവർക്ക് പങ്കെടുക്കാൻ പ്രയാസം. അപ്പൊ അത്തരം ഒരു കുട്ടിയെ നമ്മൾ നോക്കുമ്പോൾ ഒരു സമൂഹത്തിൽ നമ്മൾ സംരക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇവരെ ലോകത്തിലെ അറിയപ്പെടുന്ന സയന്റിസ്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകത അത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതിലേക്ക് താഴ്ത്തറിയും ഇവരുടെ മാനസികാവസ്ഥയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കുണ്ടാവുന്ന ഇമോഷൻസ് അത് പോസിറ്റീവായി നെഗറ്റീവായി അത് ഓവർ എക്സൈറ്റ്മെന്റ് വന്നാലും നമുക്ക് പഠിക്കാം. അതുകൊണ്ട് തന്നെ അവരോട് ഹോളിസ്റ്റിക് അപ്രോച്ചിലൂടെ സ്നേഹത്തോടു കൂടി തന്നെ സൗണ്ടില്ലാതെ സൗമ്യമായി ഇടപെടുന്ന ഒരു പ്രത്യേക രീതിയാണ് ഇവരെ പരിചരിക്കുന്നത്. അങ്ങനെ പരിചരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്കില്ല് ഐഡന്റിഫൈ ചെയ്യും, ഇവരെ ഏറ്റവും പ്രാപ്തമാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സയന്റിസ്റ്റ്, ഡിസ്റ്റിങ്ഷൻ സയന്റിസ്റ്റ് ലോകത്തിൽ വേൾഡ് സൈക്കാട്രിയിൽ പറയുന്നത്. ഇവരൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ലോകത്തിന്റെ സൗകര്യം ചെയ്യുക എന്നുള്ളത് നമ്മളൊരു വളരെയധികം ചിന്തിക്കുകയും അതേപോലെ അദ്ദേഹത്തിന് എല്ലാം ഇവർക്ക് പറഞ്ഞു എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാറുള്ളതാണ്. ആ കൂടുതൽ പോരാ കൊടുത്തിട്ടുള്ള കൂടെയുണ്ട്. ഞങ്ങൾ ചെറിയ ഗ്രൂപ്പാണ്, ഞങ്ങൾ ഉറപ്പായിട്ടുള്ള കൂടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ് കഴിഞ്ഞാണെങ്കിൽ ആശംസവും അതുപോലെ തന്നെ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് അതും കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. Neetu's Academy, India's #1 language academy.